ഇപ്പോൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ഇവിടെ എളവണ്ണപ്പാറ പ്രസംഗിച്ചിരുന്നു. അവിടെ ഞാൻ ഒരു മസല പറഞ്ഞതാണ് ഇതുപോലെ തന്നെ. ഇപ്പോൾ സക്കാത്തിൻ്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ മസലല്ലേ, 8 ആൾക്കാരെ കൊടുക്കാൻ പാടുള്ളൂ, പള്ളി മദ്രസയൊന്നും അതിലില്ല എന്നതുപോലെ തന്നെ ഞാനൊരു മസല പറഞ്ഞു. അത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ ചാനലുകാരാ അതിന് പറഞ്ഞത്. എന്തിനധികം പറഞ്ഞ് മഞ്ഞാന്ന് കഴിഞ്ഞ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡ് യോഗം ഉണ്ടായി. സാദിഖ് അലി തങ്ങൾ അതിലുണ്ട്, അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ അതിലുണ്ട്, ഞങ്ങളൊക്കെ അതിലുണ്ട്. അവിടേക്കും ഇവർക്ക് അവസരം കൊടുത്തു. അവസരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ അതേ തന്നെയാണ് സാദിഖ് അലി തങ്ങളും പറഞ്ഞത്, സയ്യിദുൽ ഉലമയും പറഞ്ഞത്. എന്തേ പറഞ്ഞത്? കാലി ഫൗണ്ടേഷന് ഉണ്ടാക്കണം, വേണ്ടതാണ് എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാർക്ക്? ഒരാളൊരു സ്ഥലത്ത് കാലിയായാൽ അവൻ്റെ മഹല്ല് വിലായത്തിൽ അദ്ദേഹം കാലിയാണ്. ഒരാൾ ഇനിയൊരു 1000 മഹല്ലിൽ കാലിയാണെങ്കിൽ 1000 മഹല്ലിൽ അദ്ദേഹം കാലിയാണ്. അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോട്ടെ, തിരക്കടില്ല. ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് ഇതിപ്പോൾ തങ്ങൾ അറിയില്ല നമുക്ക് മനസ്സിലായി, സാദിഖ് അലി തങ്ങൾ ഇത് അറിയില്ല നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആരാ? ചില കോമരങ്ങളുണ്ട്, പ്രാസംഗികന്മാരായി വന്ന അവരാ കളിക്കുന്നത്. കൺഫ്യൂഷനാക്കാൻ നോക്കണം. കേരളത്തിലെ എല്ലാ മഹല്ലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാലി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു. തങ്ങൾ പറഞ്ഞല്ലോ, തങ്ങളും പറഞ്ഞ് സാദിഖ് അലി തങ്ങളും പറഞ്ഞ്. നിങ്ങൾ ചന്തെടുത്ത് നോക്കിയാൽ കാണാം, നിങ്ങൾ കുന്തെടുത്ത് നോക്കി കാണാം. രണ്ടാളും പറഞ്ഞത് തങ്ങന്മാർ കാലിയായ മഹല്ലുകളുടെ കൂട്ടായ്മയാണ്, അതിന് തിരക്കടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതിന് ഞാനും പറഞ്ഞത്. പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ? ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളിയെന്നാ. ഒലക്കേ തള്ളിയായി. ഞാൻ പറഞ്ഞതന്നെ പറഞ്ഞുള്ളൂ, ഞാനതേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പണി നിങ്ങൾ എടുത്തോളിട്ടോ, അത് വേറെ കാര്യം, നിങ്ങൾ ജീവിക്കണ്ടേ. നമ്മൾ ഈ സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റായിനും മസൂലും നന്നായി. അതുകൊണ്ട് സത്യം തുറന്ന് എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പറയുകയും വേണം. അതിനെ വളച്ചൊടിച്ച് കൊണ്ടിട്ട് ഒരു കോണിലേക്ക് കൊണ്ടുപോയിട്ട് കല്ലെറിയാൻ നിൽക്കരുത്. അങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പ്രവർത്തിച്ചാൽ അതിൻ്റെയും തിക്തഫലം ആ ചെയ്തവർക്ക് തന്നെയായിരിക്കും. ആരെങ്കിലും നല്ലത് ചെയ്താൽ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടും, ചീത്ത ചെയ്താൽ അതിൻ്റെ തിന്മ അവർക്കും കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല.